ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ചെറുപഴം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് വീണ്ടും ചെറുപഴം നിരത്തി കൊടുത്ത് അതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് മറ്റേ സൈഡോടെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്ത ശേഷം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ബ്രെഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാലിൻ്റെ മിക്സ് എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും. നല്ല സോഫ്റ്റും നല്ല സ്വീറ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.